നമസ്കാരം. നമുക്ക് ഇന്ന് റിസോഴ്സസിനെ ടൈപ്പ് ഓഫ് റിസോഴ്സസ് നോക്കാം. ഇപ്പം ഒരുപാട് പേര് ടൈപ്പ് ഓഫ് റിസോഴ്സിനെ പറ്റി ചോദിച്ചിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പം ഇന്ന് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിസോഴ്സസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ജസ്റ്റ് ഒരു സാമ്പിൾ ഒരു പ്രോജക്റ്റിൽ റിസോഴ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ റിസോഴ്സ് എന്ന് പറയുന്ന ടാബ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഈ റിസോഴ്സസ് കാണിക്കുന്നത്. ഇപ്പം മുകളിൽ ഈ റിസോഴ്സിൻ്റെ വിൻഡോയിൽ നോക്കിയാൽ ഡിസ്പ്ലേ കറണ്ട് പ്രൊജക്ട്സ് റിസോഴ്സസ് എന്നുള്ള ഇത് ഓപ്പൺ ആണ്. ഇത് നമ്മൾ ഫിൽറ്റർ ബൈ ഓൾ റിസോഴ്സസ് ആക്കാം. അതിനുശേഷം മാത്രമേ നമുക്ക് പുതിയ റിസോഴ്സ് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഈ റൈറ്റ് സൈഡിലുള്ള പ്ലസ് സൈന് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പോപ്പപ്പ് വരും. ഡിസ്പ്ലേ ഓൾ റിസോഴ്സസ് അത് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഇവിടെ വിൻഡോയിൽ ഫിൽറ്റർ ബൈ ഓൾ റിസോഴ്സസ് സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അതിനർത്ഥം ഈ ഒരു ഓൾ റിസോഴ്സസ് മോഡിൽ ഇരുന്നുകൊണ്ട് മാത്രമേ നമുക്ക് പുതിയ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസോഴ്സ് എന്ന് പറയുന്ന കാര്യം നമുക്ക് പ്രൈമോറ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുന്നത് ഒരു കമ്പനി ആയിട്ടാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ, അതായത് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സെറ്റപ്പ് ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഈ സർവർ ബേസ്ഡ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ സെർവറിൽ ഒരു കമ്പനി എന്നുള്ള കൺസെപ്റ്റിലാണ് പ്രൈമോറ വർക്ക് ചെയ്തത്. അവിടെ ഒരു റിസോഴ്സ് നമുക്ക് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു റിസോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പേഴ്സൺ ആവാം, ഒരു മെറ്റീരിയൽ ആവാം, അല്ലെങ്കിൽ ഒരു മെഷീനറി ആവാം. എന്ത് ആണെങ്കിലും നമുക്ക് ഒരേ റിസോഴ്സ് നമുക്ക് സെയിം നെയിം ഒരു റിസോഴ്സ് ഐ ഡി റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇവിടെ പല പ്രൊജക്റ്റുകളിലായിട്ട് ക്രിയേറ്റ് ചെയ്ത കുറച്ച് റിസോഴ്സസ് ഉണ്ട്. ഓക്കെ, ഞാൻ പുതിയതായിട്ട് ഒരു റിസോഴ്സ് ഇവിടെ പ്ലസ് സൈൻ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് പറയാം, അല്ലെങ്കിൽ ഇൻസേർട്ട് കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ന്യൂ പറയാം. ന്യൂ പറഞ്ഞപ്പോൾ നേരത്തെ ഞാൻ സെലക്ട് ചെയ്തിട്ടിരുന്ന റിസോഴ്സ് ഈ മെറ്റീരിയൽ എന്നുള്ള ഇതിലാണ്. അതിന് തൊട്ട് താഴെ ഒരു ഇതിൻ്റെ സബായിട്ട് ഒരു റിസോഴ്സ് വന്നിരിക്കുന്നു. അപ്പോൾ ഈ റിസോഴ്സ് ഇതിന് താഴെ വരുന്ന നമ്മൾ ഏത് സെലക്ട് ചെയ്തോ ആ റിസോഴ്സിൻ്റെ സെയിം തന്നെ ഇവിടെ താഴെ വന്നു. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഹയറാർക്കി കുറയ്ക്കാൻ വേണ്ടി ഇവിടെ റൈറ്റ് സൈഡിലുള്ള മൂവ് ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്താൽ ഹയറാർക്കി കുറയും. ഓക്കെ, ഈ രീതി അല്ലാതെ തന്നെ നമുക്ക് റിസോഴ്സിൻ്റെ വിസാർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ. വിസാർഡ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ന്യൂ റിസോഴ്സ് വരുമ്പം റിസോഴ്സ് വിസാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഏത് രീതി ചെയ്താലും നമ്മൾ താഴെ നമുക്ക് ഇവിടെ ജനറൽ കാറ്റഗറി ഉണ്ട്, കോഡ്സ്, ഡീറ്റെയിൽസ്. ഈ ഡീറ്റെയിൽസിൽ ഈ റിസോഴ്സ് ഏത് ടൈപ്പ് ആണെന്നുള്ളത് നമുക്ക് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ നമുക്ക് ആ റിസോഴ്സിൻ്റെ ഐക്കൺ ചേഞ്ച് ചെയ്യുന്നതാണ്. ഇത് ലേബർ, നോൺ ലേബർ, മെറ്റീരിയൽ. ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലേബറോ നോൺ ലേബറിൽ നിന്നോ ഒരു റിസോഴ്സിനെ മെറ്റീരിയലാക്കി മാറ്റുമ്പോൾ റിസോഴ്സ് ടൈപ്പ് മെറ്റീരിയൽ വിൽ റിമൂവ് ഓൾ റോൾസ് അസൈൻഡ് ടു ദിസ് റിസോഴ്സ്, ക്ലിയർ ഇറ്റ്സ് ഓവർ ടൈം സെറ്റിംഗ്സ്, adjust unit and prices,
അതായത് നമുക്ക് മെറ്റീരിയലിൽ വരുമ്പം ആപ്ലിക്കബിൾ അല്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് മെറ്റീരിയലിൽ നമുക്ക് ഓവർ ടൈം എന്ന് പറയുന്ന കാര്യം വരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് അതുപോലെ റോള് വരുന്നില്ല, പിന്നെ യൂണിറ്റ്സ് ആൻഡ് പ്രൈസസ് വരുന്നില്ല. അപ്പം ഇതൊക്കെ ഈ ഒരു റിസോഴ്സിലേക്ക് മാറ്റുമ്പോൾ എല്ലാം റീസെറ്റ് ആകുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പുതിയതായിട്ട് റിസോഴ്സ് ചെയ്യുമ്പോൾ ഇത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ഈ റിസോഴ്സിനെ ഞാൻ ഒരു റിസോഴ്സിന് മെറ്റീരിയലാണോ ലേബറാണോ നോൺ ലേബറാണോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ടൈപ്പ് ഓഫ് റിസോഴ്സസിൻ്റെ ഏതാണ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ഓൾ മാൻ പവർ വരുന്നത് ലേബറായിട്ടും മെഷീനറി വരുന്നത് നോൺ ലേബറായിട്ടും, ഇത് രണ്ടുമല്ലാതെ മെറ്റീരിയലായിട്ട് വരുന്നത് മാത്രം മെറ്റീരിയലായിട്ടുമാണ് കൊടുക്കാറുള്ളത്. അപ്പം മെറ്റീരിയലായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതിന് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് നമ്മൾ കൊടുക്കണം. ലേബറായിട്ട് വരുമ്പോൾ നമുക്ക് യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ഇല്ല, നോൺ ലേബറായിട്ട് വരുമ്പോൾ യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ഇല്ല, മെറ്റീരിയലായിട്ട് വരുമ്പോൾ യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ഉണ്ട്. അതേപോലെ ലേബർ ആകുമ്പോൾ നമുക്ക് യൂണിറ്റ്സ് ആൻഡ് പ്രൈസസ് ഇവിടെ മാക്സിമം യൂണിറ്റ്സ് ചോദിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ നോൺ ലേബർ ആകുമ്പോൾ യൂണിറ്റ് ആൻഡ് പ്രൈസസ് മാക്സിമം യൂണിറ്റ് കൂടി ചോദിക്കുന്നുണ്ട്. ഇനി അത് മെറ്റീരിയൽ ആക്കുമ്പോൾ യൂണിറ്റ്സ് ആൻഡ് പ്രൈസസ് ചോദിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഒരു ഡേറ്റ് വെച്ചിട്ടാണ് നമുക്ക് ചോദിക്കുന്നത്. ഇനി റോൾസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ അസൈൻ ടാബ് ഓഫാണ്. ഇത് മെറ്റീരിയൽ ടൈപ്പിന് റോൾസ് ഇല്ല, അതുകൊണ്ടാണ്. അതേസമയം നമ്മൾ ലേബറാണ് കൊടുക്കുന്നതെങ്കിൽ റോൾസിൻ്റെ അകത്ത് അസൈൻ റോളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡീറ്റെയിൽഡായിട്ട് പറയാൻ പോകുന്നത്. നോർമലി നമ്മൾ ഒരു ക്ലാസ്സിലൊക്കെ പഠിക്കുകയാണെങ്കിൽ റോൾസ് റിസോഴ്സിൻ്റെ റോൾസ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, യൂണിറ്റ് ആൻഡ് പ്രൈസസ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് സാധാരണ ഡീറ്റെയിൽഡായിട്ട് പറയാറില്ല. അപ്പം ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് റോൾസും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസോഴ്സിൽ ഈ റോൾസ് എന്താണ്, അതേപോലെ തന്നെ യൂണിറ്റ് ആൻഡ് പ്രൈസസ് എന്താണ്, സ്റ്റാൻഡേർഡ് റേറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ നോക്കുക. നമുക്ക് ആദ്യം ഒരു ലേബർ ടൈപ്പ് റിസോഴ്സ് ഡിഫൈൻ ചെയ്യാം. റിസോഴ്സ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു, റിസോഴ്സ് യുണീക്ക് ആയിരിക്കും, റിസോഴ്സ് ഐ ഡി യുണീക്ക് ആയിരിക്കും. നമുക്കൊരു റിസോഴ്സ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ R2 എന്ന് പറഞ്ഞ പിബാബു എന്ന് പറഞ്ഞിട്ട് ഒരു റിസോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ R4 ഇവിടെ R2 കൊടുക്കാൻ നോക്കിയാൽ നമുക്ക് ഈ വാല്യൂ എൻറ്റേർഡ് ഫോർ റിസോഴ്സ് ഐ ഡി മസ്റ്റ് ബി യുണീക്ക്. ഓക്കെ, അപ്പോൾ അത് R4 എന്നുള്ളത് നമുക്ക് വേറെ ഇവിടെ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഐ ഡി കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ പേര് കൊടുത്ത് നോക്കാം. റിസോഴ്സ് നെയിം ഒരേപോലെ ആകാൻ പറ്റുമോ ഇല്ലയോ? റിസോഴ്സിൻ്റെ പേര് ഒരേപോലെ ആക്കാം, രണ്ട് റിസോഴ്സിൻ്റെ പേര് ഒരുപോലെ ആക്കാം ലേബറിൻ്റെ. പക്ഷേ അതിൻ്റെ റിസോഴ്സിൻ്റെ ഐ ഡി വ്യത്യാസമായിരിക്കും. രണ്ട് പേര് ഒരേ പേരുള്ള ആൾക്കാർ വന്നാലും, ഇപ്പോൾ ഒരു സുരേഷ് എന്ന പേരുള്ള രണ്ട് പേരാണ് എങ്കിൽ നമുക്ക് രണ്ടും രണ്ടായിട്ട് കൊടുക്കാം, പക്ഷെ അവരുടെ ഐ ഡി വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ ഐ ഡി എന്ന് പറയുന്നത് നോർമലി നമ്മുടെ എംപ്ലോയി കോഡുമായിട്ട് ചേർത്തിട്ടാണ് നമ്മൾ പ്രൊജക്റ്റുകളിൽ കൊടുക്കാറുള്ളത്, അവരെ തിരിച്ചറിയാൻ വേണ്ടി. അപ്പോൾ നെയിം അവിടെ ഒരു വിഷയമല്ല, പക്ഷേ ബാക്കിയുള്ള ഡേറ്റ കാൽക്കുലേഷൻസ് എല്ലാം റിസോഴ്സിൻ്റെ ഐ ഡി വെച്ചിട്ടാണ് ഈ സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. ഇനി നമ്മൾ പുതുതായിട്ട് വേറെ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്തു. ഇത് ഞാൻ നോൺ ലേബറായിട്ട് അസൈൻ ചെയ്യുന്നു.
നോൺ ലേബർ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇതിലൊരൊറ്റ അർത്ഥമുള്ളൂ, മാൻ പവർ അല്ല, അതായത് മെഷീനറി ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാൻ പവർ അല്ലാത്ത, ഹ്യൂമൻ ലേബർ അല്ലാത്ത എല്ലാ ടൈപ്പ് ഓഫ് ലേബറും ഐറ്റംസ് യൂസ് ചെയ്യുന്നതെല്ലാം നമ്മൾ നോൺ ലേബറായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഞാൻ എക്സ്കവേറ്റർ എക്സ്കവേറ്റർ 1 എന്ന് ഉള്ള ഒരു മെഷീനറി ആയിട്ട് കൊടുത്തു. ഇനിയും പുതുതായിട്ട് മറ്റൊരു റിസോഴ്സ് ഞാൻ ആഡ് ചെയ്യാണ്. ശ്രദ്ധിച്ചാൽ നമ്മുടെ റിസോഴ്സിൻ്റെ കൺട്രോൾ എവിടെ നിൽക്കുന്നു അതേ സിമിലർ റിസോഴ്സ് അതിൻ്റെ അണ്ടറിലാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ റിസോഴ്സ് ഞാൻ മെറ്റീരിയലായിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, CM എന്ന് പറഞ്ഞ് ഞാനൊരു മെറ്റീരിയൽ, ഫോർ എക്സാമ്പിൾ സിമെൻറ്റ് കൊടുത്തു. ഇപ്പോൾ സിമെൻറ്റിന് ഇവിടെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ബാഗിലാണ് വേണ്ടത്, ബാഗില്ല, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റിലൂടെ ഡിസ്പ്ലേ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ അഡ്മിൻ പോയിട്ട് അഡ്മിൻ കാറ്റഗറീസ് എടുത്തിട്ട് അവിടെ താഴെ യൂണിറ്റ് ഓഫ് മെഷർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ യൂണിറ്റ്സ് ഓഫ് മെഷർ സെലക്ട് ചെയ്യുക, ആഡ് പറയുക, ഞാൻ BG എന്ന് കൊടുക്കുന്നു, ബാഗ്സ് എന്ന് കൊടുക്കുന്നു. അതായത് ബാഗ്സ്. ഓക്കെ, ഇപ്പം ഡിസ്പ്ലേയിൽ BG എന്നായിരിക്കും വരുന്നത്, യൂണിറ്റിൻ്റെ പേര് ബാഗ്സ് എന്നാണ്. ഇത്രയേ ഉള്ളൂ, ആ യൂണിറ്റ് ഇത്രയും കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇവിടെ നമ്മൾ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് നോക്കിയാൽ ആ ബാഗ്സ് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പ്രൈസ്, ഇപ്പോൾ നമ്മളിതിന് പ്രൈസ് ഒന്നും കൊടുത്തിട്ടില്ല, ഈ ഒരു റിസോഴ്സിന് പ്രൈസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മൾ കൊടുത്ത CM റിസോഴ്സിൻ്റെ പേര് എല്ലാം വന്നിട്ടുണ്ട്. എംപ്ലോയി ID, ടൈറ്റിൽ, ഓഫീസ് ഫോണ്, ആക്റ്റീവ് ആണോ അല്ലയോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം ഈ ജനറൽ ടാബിൽ കൊടുക്കുക. കോഡ്, റിസോഴ്സ് കോഡ്. റിസോഴ്സ് കോഡ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ അസൈൻ പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി റിസോഴ്സ് കോഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 2 റിനു പി ബാബു എന്ന് പറഞ്ഞ ആളെ ഡിഫൈൻ ചെയ്തു. ഒന്ന് കോൺട്രാക്ടറുടെ കൂടെയും ഒരു റിനു ഉണ്ട്, ഒന്ന് ക്ലയൻറ്റിൻ്റെ കൂടെ ഒരു മാനേജറുടെ പേര് റിനു എന്നാണ്. 2 പേരും പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തതാണ്. പക്ഷേ ഇവരെ എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളത് ഇവിടെ ID വെച്ച് തിരിച്ചറിയാം. ഇത് കൂടാതെ നമുക്ക് കോൺട്രാക്ടർ യൂസ് ചെയ്യുന്ന എല്ലാ റിസോഴ്സസിനെ നമുക്കൊരു റിസോഴ്സ് കോഡിൻ്റെ അണ്ടറിലാക്കാൻ പറ്റും. ഇവിടെ നമ്മളൊരു അസൈൻ ഇവിടെ കണ്ടോ, ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ്, കോൺട്രാക്ടർ വൈസ്, ലൊക്കേഷൻ വൈസ്, ക്ലാസിഫിക്കേഷൻ വൈസ്, പ്ലാന്റ് വൈസ്. ഇപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ വൈസിൽ കണ്ടു മാനേജ്മെൻറ്റ്, ട്രേഡ്സ്, ഫുൾ ടൈം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ, പാർട്ട് ടൈം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ, ഇൻറ്റേൺ. അപ്പം ഈ ഒരു ഒരു റിസോഴ്സ് കോഡിനുള്ളിൽ ഇത്രയും ഡിഫറെൻറ്റ് കാറ്റഗറീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേത് ഇതിലാണ് വരുന്നത്. ഇനി അത് പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റ് ABCDയിൽ ഏത് റിസോഴ്സ് കോഡിലാണ് വരുന്നത്. അപ്പം നമുക്ക് പിന്നീട് ഇത് അതേപോലെ തന്നെ ഏത് രാജ്യത്ത് വർക്ക് ചെയ്യുന്ന റിസോഴ്സാണ്. അങ്ങനെ നമുക്കൊരു റിസോഴ്സിനെ തന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ്
അതേപോലെ തന്നെ പിന്നീട് നമുക്ക് റിസൾട്ട് ഫിൽട്ടർ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ റിസൾട്ട് ഫിൽട്ടർ ആവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് റിസോഴ്സ് കോഡ്. ഇത് നമ്മളെ പ്രോജക്റ്റിൽ വരുമ്പോഴത്തേക്ക് ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം റിസോഴ്സ് കോഡ് എങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഈ റിസോഴ്സ് കോഡ് എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം മെനുവിൽ എൻ്റർപ്രൈസ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആക്ടിവിറ്റി കോഡ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിരുന്നത് അതേപോലെ തന്നെയാണ് റിസോഴ്സ് കോഡ് ഉണ്ടാക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഇതെല്ലാം കണ്ടു. അപ്പോൾ പുതിയ ഒരു റിസോഴ്സ് കോഡ് ഉണ്ടാക്കണമെങ്കിൽ സപ്പോസ് ഇത് ക്ലാസിഫിക്കേഷൻ, കോൺട്രാക്ട്, ഡിപ്പാർട്ട്മെൻറ്റ്, ലൊക്കേഷൻ, പ്ലാൻ ഇതിലൊന്നും പെടാത്ത വേറൊരു ടൈപ്പ് ഓഫ് ബൈഫർക്കേഷൻ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് റിസോഴ്സ് ഐ ഡി നമുക്ക് കൊടുക്കണം. ഞാൻ ഇവിടെ മെയിൻ പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രോജക്റ്റ് വൈസ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ക്ലാസിഫിക്കേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഇത് പ്രൊജക്റ്റ് ഐ ഡി കൊടുക്കണമെങ്കിൽ, റിസോഴ്സ് ഐ ഡി കൊടുക്കണമെങ്കിൽ ഇവിടെ ഞാൻ ആഡ് പറയുന്നു. ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ മോഡിഫൈ പറയുന്നു. മോഡിഫൈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ടൈപ്പ് ഓഫ് റിസോഴ്സ് കോഡിലേക്ക് എൻ്റർ ആവും. ഇപ്പോൾ നമ്മളിവിടെ ആഡ് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം, ഇപ്പോൾ പ്ലാനിൽ ഇവിടെ ഓപ്പൺ ചെയ്ത് ആയിരിക്കുന്നത് പ്ലാന്റ് വൈസ് ഉള്ള റിസോഴ്സ് ഐ ഡികളാണ്, റിസോഴ്സ് കോഡുകളാണ്. അപ്പം നമുക്ക് ഈ പ്ലാന്റ് വൈസ് അല്ല നമുക്ക് വേണ്ടത്, പ്രൊജക്റ്റ് വൈസ് ആണ്. അപ്പോൾ എനിക്ക് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു റിസോഴ്സ് കോഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അണ്ടറിൽ പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കണം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മോഡിഫൈ പറയുക. ഇപ്പം നമുക്ക് റിസോഴ്സ് കോഡിൻ്റെ മെയിൻ ഹെഡിങ് എന്താണ് വേണ്ടത് അത് വരും. ഇപ്പം ഞാൻ കൊടുക്കും, ഇവിടെയാണ് നമ്മൾ ആഡ് പറയുക. ഇവിടെ ഞാൻ പ്രോജക്ട്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, പ്രോജക്റ്റ് അല്ലെ പ്രോജക്ട്സ്. ഓക്കെ, ഇപ്പോൾ റിസോഴ്സ് കോഡിൻ്റെ പേര് പ്രോജക്ട്സ്. ഇവിടെ നമുക്ക് ലെങ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര ലെങ്ത് ഉള്ള പേരുകളാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ കണ്ടില്ലേ, കോൺട്രാക്ടർ, ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ 16. ഇപ്പം നമുക്ക് പ്രോജക്റ്റ് 1, 2, 3 ആണ് കൊടുക്കേണ്ടത്. ഇപ്പം 6, 2, 8, 1, 9, 10 ക്യാരക്ടർ ലെങ്ത് മതി. അപ്പം നമ്മൾ 10 കൊടുത്തു. ഓക്കെ, പ്രോജക്ട്സ്. ഇതിന് ശേഷം നമ്മൾ ക്ലോസ് ചെയ്യാം. ഈ സെക്യൂർ കോഡ് എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോഡ് സെക്യൂർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അബദ്ധവശാൽ ഡിലീറ്റ് ആയി പോകാതിരിക്കാനും പ്രോജക്റ്റ് അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്മിൻ കാറ്റഗറിയിലുള്ളവർക്ക് അസൈൻ ചെയ്യാനും പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ കണ്ടോ, പ്രോജക്ട്സ് എന്ന് പറയുന്ന റിസോഴ്സ് കോഡിനുള്ളിലെത്തി. ഇനി നമുക്ക് ആ റിസോഴ്സ് കോഡിനെ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം എനിക്ക് പ്രോജക്റ്റ് 1 ഞാൻ റിസോഴ്സ് കോഡ് ഇടുന്നത് P1 എന്നാണ്. P1 പ്രോജക്റ്റ് 1. അതേപോലെ അടുത്തത് P2, പ്രോജക്റ്റ് 2, P3, പ്രോജക്റ്റ് 3. ഓക്കെ, 3 കോഡിലേക്ക് ഞാൻ എൻ്റെ ഈ റിസോഴ്സ് കോഡ് എന്ന് പറയുന്നത് 3 ഇതിലേക്ക് ഡിവൈഡ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്.
നമ്മൾ ക്ലോസ് പറയുന്നു. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത 3 ഇതിൽ കോഡ് ഞാൻ പ്രോജക്റ്റ് 1 ആയിട്ട് ഇവിടെ കണ്ടില്ല, റിസോഴ്സ് കോഡ് പ്രോജക്റ്റ് 1. ഓക്കെ, നെക്സ്റ്റ് റിസോഴ്സ് അതേപോലെ തന്നെ സെലക്ട് ചെയ്തു. റിസോഴ്സ് കോഡ് പ്രോജക്റ്റ് 1 കൊടുത്തു. സിമെൻറ്റ് നമ്മൾ റിസോഴ്സ് കോഡ് പ്രോജക്റ്റ് 1 കൊടുത്തു. ഇപ്പോൾ റിസോഴ്സ് കോഡ് പ്രോജക്റ്റ് 1 റിസോഴ്സസിനെ എല്ലാം നമുക്ക് ഇതിൻ്റെ ഈ R4 R5 എന്ന് പറയുന്ന ഇതെല്ലാം പ്രോജക്റ്റ് 1 കാറ്റഗറിയിൽ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനിയും നമുക്ക് റിസോഴ്സിന് എങ്ങനെയാണ് യൂണിറ്റ് ആൻഡ് പ്രൈസ് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം. റിസോഴ്സിൽ ഇവിടെ നമ്മൾ ഡീറ്റെയിൽസിൻ്റെ ടാബാണ് എടുത്തേക്കുന്നത്. ജനറൽ ടാബിൽ നമ്മൾ പേര് മാറ്റി ID മാറ്റാം. കോഡ്സിൽ നമുക്ക് റിസോഴ്സ് കോഡ് കൊടുക്കാം. ഒന്നിലധികം കോഡുകൾ കൊടുക്കാം. ഇതിപ്പം ഇതേപോലെ തന്നെ എനിക്ക് ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിലാണ് ഈ റിനോപ്പി ബാബു എന്ന് പറയുന്ന റിസോഴ്സ് വരുന്നെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ അത് ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ലൊക്കേഷൻ എന്ന് പറയുന്ന റിസോഴ്സ് കോഡിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ മനസ്സിലായി ഇന്ത്യയിലെ മാനേജ്മെൻറ്റിൽ പ്രോജക്റ്റ് 1 റിസോഴ്സാണ് റിനോപ്പി ബാബു. നമ്മൾ പിന്നീട് പ്രോജക്റ്റ് റിസോഴ്സ് വൈസ് നമ്മൾ കോസ്റ്റും കാര്യങ്ങളുമൊക്കെ എടുക്കുമ്പോഴും റിസോഴ്സ് അലോക്കേഷൻ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുമ്പോഴും മോണിറ്ററിങ് പർപ്പസും കൺട്രോൾ പർപ്പസും നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ് കോഡ്സ്. ഡീറ്റെയിൽസിൽ നമ്മൾ റിസോഴ്സ് ടൈപ്പ് സെലക്ട് ചെയ്യുക, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, കറൻസി. ഇപ്പോൾ കറൻസിയൊക്കെ പല രാജ്യത്തു നിന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ പേയ്മെൻറ്റ് വേറെ കറൻസിയിലാണെങ്കിൽ നമുക്കിവിടെ മാറ്റി കൊടുക്കാം. ഇവിടെ റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂണിറ്റ് ആൻഡ് പ്രൈസിലേക്ക് പോവാണ്. അതിന് മുമ്പ് കലണ്ടർ ഇവിടെ കുറച്ച് കലണ്ടേഴ്സ് കാണിച്ചിട്ടുണ്ട്. കലണ്ടർ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു റിസോഴ്സ് കലണ്ടർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. ഇപ്പോൾ ഈ കാണിക്കുന്നത് ഗ്ലോബൽ കലണ്ടേഴ്സിലുള്ള കലണ്ടേഴ്സാണ് കാണിക്കുന്നത്. ഇതിൽ 7/24 ആണ് ഇപ്പോൾ ആക്റ്റീവായിട്ട് കിടക്കുന്നത്. ഞാൻ ഫാസ്ട്രാക്ക് അക്കാഡമി കലണ്ടർ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ പർട്ടിക്കുലർ റിസോഴ്സിന് ആപ്ലിക്കബിളായിട്ട് ഫാസ്ട്രാക്ക് അക്കാഡമി കലണ്ടറാണ്. അതേസമയം എക്സ്കവേറ്ററിനും സിമെൻറ്റിനും കിടക്കുന്നത് 7/24 ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഡിഫോൾട്ട് യൂണിറ്റ്സ് പെർ ടൈം 8 പെർ ഡേ ആണ്. നമ്മുടെ നോർമലി ഇത് 8 hours 8 യൂണിറ്റ്സ് പെർ ഡേ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു യൂണിറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് 1 hour ആണ്. അപ്പോൾ ഒരു ദിവസം 8 hours ഈ റിസോഴ്സ് വർക്ക് ചെയ്യുന്നതെന്ന് കണക്ക് കൂട്ടുകയും നമ്മളിപ്പോൾ ഇനി കൊടുക്കാൻ പോകുന്ന യൂണിറ്റ് ആൻഡ് പ്രൈസ് വെച്ചിട്ട് ഇതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ നമ്മളിവിടെ ഈ ഒരു പോർഷൻ കാൽക്കുലേറ്റ് കോസ്റ്റ് ഫ്രം യൂണിറ്റ്സ് എന്നുള്ളത് ഓൺ ആണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ യൂണിറ്റ് ആൻഡ് പ്രൈസസിൽ 1 January 2024 മുതൽ നമുക്ക് എന്നും മുതലാണ് ഈ യൂണിറ്റ്സ് വരുന്നത്, അതിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ് വരുന്നത്. ഇപ്പം റിനോപ്പി ബാബു എന്ന് പറയുന്ന ഈ ഒരു റിസോഴ്സിന് ഞാൻ 1 January തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ആ ഡേറ്റ് കൊടുക്കുക. എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ റിസോഴ്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഒരു ഡേറ്റ് കൊടുക്കുക.
ഇപ്പം 1 ജാനുവരി 24 തന്നെ കൊടുത്തു. സ്റ്റാൻഡേർഡ് റേറ്റ് ഞാൻ 100 റുപ്പീസ് പെർ അവർ എന്നുള്ളത് സ്റ്റാൻഡേർഡ് റേറ്റായിട്ട് കൊടുത്തു. ഇവിടെ കൊടുക്കുന്ന റേറ്റ് പെർ അവറിലാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം നമ്മളെ യൂണിറ്റ്സിൻ്റെ സെറ്റിങ്സിൽ മാറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇത് റേറ്റ് ടൈപ്സ്, സ്റ്റാൻഡേർഡ് റേറ്റ് എങ്ങനെയാണ് വരുന്നത്. അപ്പം ഇത് പഠിപ്പിച്ചപ്പോൾ ഞാനത് യൂണിറ്റ്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഓരോ ടൈം പീരീഡ് എങ്ങനെയാണ് വരുന്നത്, 8 അവേഴ്സ്. അപ്പം ആ 8 അവേഴ്സ് വെച്ചിട്ടാണ് ഇവിടെ മാക്സിമം യൂണിറ്റ്സ് പെർ ടൈം ഡിഫോൾട്ടായിട്ട് 8 അവേഴ്സ് പെർ ഡേ വന്നത്. ഇത് 100 റുപ്പീസ് പെർ അവറാണ്. അതായത് ഈ ഒരു റിസോഴ്സ് ജാനുവരി 1 മുതൽ ഒരു ദിവസം 8 അവേഴ്സ് ആണ് അലോക്കേറ്റഡ് യൂണിറ്റ്. അത് 100 റുപ്പീസ് വെച്ച്, അതായത് പെർ ഡേ ഈ ഒരു റിസോഴ്സ് പ്രൊജക്റ്റിൽ അസൈൻ ചെയ്തെങ്കിൽ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് 800 റുപ്പീസ് പെർ ഡേ ആയിട്ട് വരും. ഇനിയും ഇതേ യൂണിറ്റിന് ഞാൻ മറ്റൊരു ഡേറ്റ് അസൈൻ ചെയ്യാണ്. 1 ഫെബ്രുവരി മുതൽ ഈ ഒരു യൂണിറ്റിൻ്റെ ഈ ഒരു റിസോഴ്സിൻ്റെ റേറ്റ് മാറി ഇതിനെ നമ്മൾ 150 പെർ അവറായിട്ട് മാറ്റി. ഇനി അതേപോലെ തന്നെ വീണ്ടും മാർച്ച് 1 മുതൽ ഈ റിസോഴ്സിൻ്റെ റേറ്റ് പെർ അവർ 200 ആക്കി മാറ്റി. ഓക്കെ, ഇത് എങ്ങനെയായിരിക്കും നമ്മുടെ പ്രോജക്റ്റിൻ്റെ കോസ്റ്റിൽ അഫക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ടോട്ടൽ ബഡ്ജറ്റഡ് കോസ്റ്റ് ഉണ്ട്. നമുക്ക് ബ്ലോക്ക് വർക്കിലേക്ക് ഈ ഒരു റിസോഴ്സിനെ അസൈൻ ചെയ്ത് നമുക്ക് സാമ്പിൾ നോക്കാം. അപ്പം ബ്ലോക്ക് വർക്ക് 8 ഡേയ്സ് ആണുള്ളത്. ഞാൻ അതിനെ 1 ഡേ ആക്കി മാറ്റുകയാണ്. ഇത് 1 ഓഗസ്റ്റിലാണ് വരുന്നത്. ഈ പ്രോജക്റ്റിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് ചിലപ്പോൾ പ്ലാന്റ് സ്റ്റാർട്ട് ഡേറ്റ് 1 ഓഗസ്റ്റാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്കത് ഓക്കെ, നമുക്ക് ഡിഫറൻസ് അറിയാൻ വേണ്ടി 29th ജാനുവരി കൊടുക്കുകയാണ്. ഡേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് നമ്മൾ ഓക്കെ, എനിക്ക് പ്രോജക്റ്റിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് ഓൾറെഡി പ്രോജക്റ്റിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് 1 ഓഗസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ ഡേറ്റ് 25th ജാനുവരി സെലക്ട് ചെയ്തു. 29th ജാനുവരിയാണ് പ്രോജക്റ്റ് പ്ലാൻ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പം ഡേറ്റ ഡേറ്റും 29th ജാനുവരി മാക്സിമം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ്
29 ജാനുവരി സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലായി. ഓക്കെ, ഇനി ഞാൻ ഈ റിസോഴ്സ് ഈ ബ്ലോക്ക് വർക്കർ എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് അസൈൻ ചെയ്ത് നോക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബഡ്ജറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നതിൽ വരുന്ന മാറ്റമാണ്. അപ്പം ഞാൻ ഈ ഒരു റിസോഴ്സിന് അസൈൻ ചെയ്തു. ഈ ഒരു റിസോഴ്സിന് അസൈൻ ചെയ്തപ്പോൾ തന്നെ ഇവിടെ ബഡ്ജറ്റഡ് കോസ്റ്റ് 800 ആയിട്ട് മാറി. അവിടെ നമുക്ക് താഴെ റിസോഴ്സസ് എന്ന് പറയുന്ന ഇതിൽ ബഡ്ജറ്റഡ് യൂണിറ്റ്സ് പെർ ടൈം, ഒറിജിനൽ ഡ്യൂറേഷന്, ബഡ്ജറ്റഡ് കോസ്റ്റ്, റിമൈനിങ് യൂണിറ്റ്സ് പെർ ടൈം, ഇത്രയും കാര്യങ്ങൾ റിസോഴ്സ് ഐഡി ആൻഡ് നെയിം കാണിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഡ്യൂറേഷൻ 2 ദിവസമാക്കി കൂട്ടുകയാണ്. ഇതിന് മുമ്പ് ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഈ ആക്ടിവിറ്റി ഡ്യൂറേഷൻ ടൈപ്പ്, ആക്ടിവിറ്റി ടൈപ്പ് ടാസ്ക് ഡിപ്പെൻഡൻറ്റ്, ഡ്യൂറേഷൻ ടൈപ്പ് ഫിക്സഡ് ഡ്യൂറേഷൻ പെർ യൂണിറ്റ്സുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം തമ്മിൽ ലിങ്ക്ഡാണ്, കൺഫ്യൂസ് ആകരുത്. അപ്പോൾ ഞാൻ ഡ്യൂറേഷൻ 2 days ആയിട്ട് കൊടുത്തു. ഈ 2 days കൊടുത്തപ്പോഴും ഇവിടെ എന്ത് സംഭവിച്ചില്ല, നമുക്ക് ബഡ്ജറ്റഡ് ടോട്ടൽ കോസ്റ്റ് കൂടിയില്ല. അതിന് കാരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ വേറെ കാര്യം വന്നു, ബഡ്ജറ്റഡ് യൂണിറ്റ്സ് പെർ ടൈം 4 per day ആയി, അതായത് 4 hours per day ആയി. ഇവിടെ ഫിക്സഡ് ഡ്യൂറേഷൻ യൂണിറ്റ്സുമാണ് നമ്മൾ ഡ്യൂറേഷൻ ടൈപ്പ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ആക്ടിവിറ്റി ടാസ്ക് ഡിപ്പെൻഡൻ്റ് ആണ്. ഇവിടെ ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സ് പെർ ടൈം കൊടുത്തു. അതിനുശേഷം ഞാൻ ഡ്യൂറേഷൻ 1 ആക്കി. ഇപ്പോൾ ഇവിടെ ബഡ്ജറ്റഡ് കോസ്റ്റ് കുറഞ്ഞു, 400 ആയിട്ട് കുറഞ്ഞു. ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സ് പെർ ടൈം, അപ്പോൾ യൂണിറ്റ്സ് പെർ ടൈം ഇവിടെ ഫിക്സഡ് ആക്കി. 4 എന്നുള്ളതിൽ നിന്നാണ് നമ്മൾ വന്നത്. തിരിച്ചിത് 2 days ആക്കുവാണെങ്കിൽ 800, 3 days ആക്കുവാണെങ്കിൽ 1200. അപ്പോൾ നമുക്ക് ടോട്ടൽ റിമൈനിങ് യൂണിറ്റ്സ് 12 എന്നുള്ള രീതിയിൽ തന്നെ കാണിക്കും. ഇനി നമുക്ക് ഇത് ഫിക്സഡ് ഡ്യൂറേഷനിലേക്ക് മാറ്റിയിട്ട് നോക്കാം. ഇപ്പോൾ ഡ്യൂറേഷൻ 3 ദിവസമാണ്. നമ്മുടെ ടോട്ടൽ റിമൈനിങ് യൂണിറ്റ്സ് 12 യൂണിറ്റ്സ് പെർ ഡേ 4, ഡ്യൂറേഷൻ 3. ഇതിനെ ഞാൻ 2 ആയിട്ട് കുറയ്ക്കുന്നു. ടോട്ടൽ ബഡ്ജറ്റ് കോസ്റ്റ് 1200 ആണ്. ഇപ്പോൾ ബഡ്ജറ്റഡ് കോസ്റ്റ് മാറുന്നില്ല. അപ്പം എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, പലപ്പോഴും ഡ്യൂറേഷൻ ടൈപ്പിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് റിസോഴ്സ് കൊടുക്കാതെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ പഠിപ്പിക്കുമ്പോഴും ഒക്കെ എല്ലാവരും എപ്പോഴും കൺഫ്യൂഷൻ പറയുന്ന കാര്യമാണ്, ഈ ആക്ടിവിറ്റി ടൈപ്പ് എന്തിനാണ്, ഡ്യൂറേഷൻ ടൈപ്പ് എന്തിനാണ്, പെർസെൻറ്റേജ് കംപ്ലീറ്റ് ടൈപ്പ് എന്തിനാണ്, ഇത് എവിടെ എഫക്റ്റ് ചെയ്തു എന്നുള്ളത് അറിയണമെങ്കിൽ ആക്ടിവിറ്റി ടൈപ്പ് നമ്മുടെ ആക്ടിവിറ്റിയുടെ ഷെഡ്യൂളിനെ ബാധിക്കുന്നതും, ഡ്യൂറേഷൻ ടൈപ്പ് റിസോഴ്സിനെ ബാധിക്കുന്നതും, പെർസെൻറ്റേജ് കംപ്ലീറ്റ് ടൈപ്പ് നമ്മുടെ പ്രോഗ്രസ്സിനെ കൺട്രോൾ ചെയ്യുന്നതുമായ 3 കാര്യങ്ങളാണ് ഈ ടൈപ്പുകൾ ഒരു ആക്ടിവിറ്റിയുടെ. അപ്പോൾ നമ്മളൊരു ആക്ടിവിറ്റിയിൽ അത് ഏത് ടൈപ്പ് ആക്ടിവിറ്റിയാണ്, അതിൽ അസൈൻ ചെയ്തിരിക്കുന്ന റിസോഴ്സ് ഏത് ടൈപ്പാണ്, ആ റിസോഴ്സിൻ്റെ യൂണിറ്റ്സ് പെർ ഡേ ഡിഫോൾട്ട് എത്രയാണ്, ബഡ്ജറ്റ്. അപ്പം നമ്മൾ റിസോഴ്സ് ടാബിൽ ഇവിടെ യൂണിറ്റ്സ് ആൻഡ് പ്രൈസസ് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ 8 എന്ന് കൊടുത്തേക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കാൽക്കുലേഷൻ വന്നിരിക്കുന്നത്. അത് 100 പെർ ഡേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതേ റിസോഴ്സ് തന്നെ ഫെബ്രുവരി 1 തൊട്ട് ഇതിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ട്. അത് നമുക്ക് നോക്കാം. ഇത് 30 ജാനുവരി വരെ കൊടുത്തു. ഞാൻ ഒരു 4 ഡേയ്സ് കൊടുത്തു. 4 ഡേയ്സ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് 1 ഫെബ്രുവരി അതിലേക്ക് കയറി വന്നു. 1 ഫെബ്രുവരി കയറി വന്നതുകൊണ്ട് ഇവിടെ നമ്മുടെ യൂണിറ്റ്സ് മാറിയിട്ടില്ല. ശ്രദ്ധിക്കണം. 3 ഡേയ്സ് കൊടുക്കാം. 1200. റിമൈനിങ് യൂണിറ്റ്സ് 12 തന്നെയാണ്. യൂണിറ്റ്സ് പെർ ടൈം 4 പെർ ഡേ ആണ്. നമ്മുടെ ആക്ടിവിറ്റി ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സ് ആണ്. ഒരു കാര്യവും നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഡ്യൂറേഷൻ 4 ദിവസമാക്കി കൊടുത്തു. 4 ദിവസമാക്കുമ്പോൾ 1350 രൂപ വന്നു. ഇതെങ്ങനെ വന്നു? നമ്മുടെ യൂണിറ്റ്സ് ചേഞ്ച് ആയിട്ടില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 1 ഫെബ്രുവരിയിൽ നമ്മുടെ റിസോഴ്സിൻ്റെ റേറ്റ് മാറിയിട്ടുണ്ട്. 1 ഫെബ്രുവരി തൊട്ട് 150 രൂപ വെച്ച് പെർ അവറാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ബ്ലോക്ക് വർക്കിൽ 4 ദിവസമുണ്ട്. ഒരു ദിവസം 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. കാരണം ഫിക്സഡ് യൂണിറ്റ്സ് ആണ്. നമ്മുടെ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ ടൈപ്പ് ഫിക്സഡ് ഡ്യൂറേഷനും ഫിക്സഡ് യൂണിറ്റ്സുമാണ്. അതുകൊണ്ട് ആ ടോട്ടൽ യൂണിറ്റ്സ് മാറുന്നില്ല. പക്ഷേ ഫെബ്രുവരി 1 3 അവേഴ്സിന് 150 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതുകൊണ്ട് 100 രൂപയ്ക്ക് പകരം 3 അവേഴ്സ് 300 രൂപയ്ക്ക് പകരം 450 രൂപ വന്നു. അപ്പോൾ 150 രൂപയുടെ ഡിഫറൻസ് വന്നു. ഇതാണ് ഈ കാൽക്കുലേഷൻ. ഈ കാൽക്കുലേഷൻ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽഡായിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് റിസോഴ്സ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ്, റിസോഴ്സ് കൺട്രോൾ ചെയ്യുക, ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിത് 3 ഡേയ്സ് തന്നെ കൊടുത്തു. ഇവിടെ ആ 3 ഡേയ്സിന് അനുസരിച്ച് ടോട്ടൽ 12 ഡേയ്സ് കിട്ടാനുള്ള യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സ് എന്നുള്ളതിന് പകരം ഫിക്സഡ് യൂണിറ്റ്സ് പെർ ടൈമാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ഇനി മുതലുള്ള കാൽക്കുലേഷനിൽ ഈ 4 യൂണിറ്റ്സ് പെർ ഡേ എന്ന് പറയുന്നത് മാറില്ല. പക്ഷേ റിമൈനിങ് യൂണിറ്റ്സ് മാറും. നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വീണ്ടും 4 ഡേയ്സ് ഡ്യൂറേഷൻ കൊടുക്കുന്നു. ഇപ്പോൾ റിമൈനിങ് യൂണിറ്റ്സ് 16 മാറും. ഇവിടെ നമ്മുടെ ബഡ്ജറ്റ് ടോട്ടൽ കോസ്റ്റ് 1800 മാറി. 1800 എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 1 4 യൂണിറ്റ് 150 രൂപ വെച്ച് 200 രൂപ അഡീഷണൽ വന്നിട്ടുണ്ട്. കൂടാതെ 16 യൂണിറ്റിൻ്റെ പൈസ. അപ്പം 16 യൂണിറ്റിൻ്റെ 100 രൂപ വെച്ച് കൂട്ടി. അതായത് ഈ ജാനുവരി 29, 30, 31 3 ദിവസത്തെ 4 1200 രൂപ 12 യൂണിറ്റ്. ബാക്കി വന്ന യൂണിറ്റിന് 150 രൂപ വെച്ച് 4 യൂണിറ്റ്. അപ്പോൾ 600 രൂപ. 1200 പ്ലസ് 600 1800. ഇതാണ് കാൽക്കുലേഷൻ. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റിസോഴ്സിൻ്റെ യൂണിറ്റ്സ്, റേറ്റ്സ്, ഇത് നന്നായിട്ട് റിമൈനിങ് യൂണിറ്റ്സ് എന്താണ്, നമ്മൾ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റിയുടെ ടൈപ്പ്, ഡ്യൂറേഷൻ ടൈപ്പ് എന്താണ്, ഇത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കണം. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് യൂണിറ്റ്സ് ആണ്.
ഇതിലെന്താ സംഭവിക്കുന്നത് നോക്കാം. ഇപ്പം നമ്മുടെ റിമൈനിങ് യൂണിറ്റ്സ് 16 ആണ്. റിമൈനിങ് യൂണിറ്റ്സ് പെർ ടൈം 4 ആണ്. 4 ഇൻറ്റു ഡ്യൂറേഷൻ, അതാണ് റിമൈനിങ് യൂണിറ്റ്സ്. ബഡ്ജറ്റഡ് യൂണിറ്റ്സ് പെർ ടൈം 4 ആണ്. ഇപ്പം നമ്മൾ ഡ്യൂറേഷൻ ടൈപ്പ് ഫിക്സഡ് യൂണിറ്റ്സ് ആക്കി മാറ്റി. ഇനി നമുക്ക് ഈ ഡ്യൂറേഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഡ്യൂറേഷൻ 3 ദിവസമായിട്ട് ചേഞ്ച് ചെയ്തു. റിമൈനിങ് യൂണിറ്റ്സ് മാറിയിട്ടില്ല. അതേസമയം യൂണിറ്റ്സ് പെർ ടൈം 5 പെർ ഡേ ആയി മാറി. നേരത്തെ 4 പെർ ഡേ ആയിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, 4 പെർ ഡേ ആയിരുന്നു. ഇത് 5 പെർ ഡേ ആയിട്ട് മാറി. ഇനി 2 ഡേയ്സാണ് കൊടുക്കുന്നതെങ്കിൽ റിമൈനിങ് യൂണിറ്റ് പെർ ഡേ 8 ആയി മാറി. റിമൈനിങ് യൂണിറ്റ് 16 ആയി മാറി. വേറൊരു കാര്യം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇപ്പം റിമൈനിങ് യൂണിറ്റ് മാറുന്നില്ല. ഇവിടെ 1600 തന്നെയാണ് നടക്കുന്നത്. ഇത് ഞാൻ 3 ഡേയ്സ് ആക്കിയാലും 1600 ആണ്. അതേസമയം ഞാൻ 4 ഡേയ്സ് ആക്കി കഴിഞ്ഞാൽ 1800 ആയിട്ട് മാറി. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ റിസോഴ്സിന് കൊടുത്തിരിക്കുന്ന റേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫെബ്രുവരി 1 എന്ന് പറയുന്ന ഡേറ്റ് മുതൽ മാർച്ച് 1 മുമ്പുള്ള, അതായത് ഫെബ്രുവരി 28 29 വരുന്ന സമയം വരെ 150 രൂപ വെച്ച് പെർ അവറാണ്. ഇനിയും ഇതിപ്പോൾ നമ്മൾ കൊടുത്ത മൂന്നാമത്തെ ഡ്യൂറേഷൻ ടൈപ്പാണ്. ഫിക്സഡ് ഡ്യൂറേഷൻ യൂണിറ്റ്സ് ഞാൻ കാണിച്ചിരുന്നു. ഫിക്സഡ് ഡ്യൂറേഷൻ യൂണിറ്റ്സ് പെർ ടൈം കാണിച്ചു. ഫിക്സഡ് യൂണിറ്റ്സ് ആണ്. ഇനി നമുക്ക് ഫിക്സഡ് യൂണിറ്റ്സ് പെർ ടൈം നോക്കാം. ഈ റിസോഴ്സ് കിടക്കുന്നത് 4 യൂണിറ്റ്സ് പെർ ഡേ ആണ് കിടക്കുന്നത്. ഇതിന് ഞാൻ 3 ഡേയ്സിലേക്ക് മാറ്റുന്നു. അപ്പം റിമൈനിങ് യൂണിറ്റ്സ് കുറയുന്നു. യൂണിറ്റ്സ് പെർ ഡേ, അതായത് 4 തന്നെയാണ്. ബഡ്ജറ്റഡ് യൂണിറ്റ്സ് പെർ ടൈം 4 തന്നെയാണ്. ഇത് രണ്ടും ഒരിക്കലും മാറത്തില്ല. ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡ്യൂറേഷൻ ടൈപ്പ് ഫിക്സഡ് യൂണിറ്റ്സ് പെർ ഡേ ആണ്. അപ്പം ഇവിടെ ഫിക്സഡ് യൂണിറ്റ്സ് പെർ ഡേ ആണ്. ഡ്യൂറേഷൻ നമുക്ക് കുറച്ച് നോക്കാം. ഡ്യൂറേഷൻ കുറയുന്നതിനനുസരിച്ച് റിമൈനിങ് യൂണിറ്റ് മാറും, പക്ഷെ ഒരു ദിവസത്തെ യൂണിറ്റ് മാറില്ല. ഇതാണ് 4 ടൈപ്പ് ഡ്യൂറേഷൻ ടൈപ്പും റിസോഴ്സും. ഇത് ലേബർ ടൈപ്പ് റിസോഴ്സാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഇവിടെ നമ്മൾ റിസോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റിസോഴ്സ് ലേബർ ആയിട്ടാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലേബറായിട്ട് കൊടുത്തപ്പോൾ കാണിച്ചിരിക്കുന്ന ഭാഗമാണ്. ഇതേപോലെ തന്നെ ഒരു ഓവർ ടൈം ഫാക്ടറുണ്ട്. സപ്പോസ് 8 അവേഴ്സിൽ കൂടുതൽ ഈ റിസോഴ്സ് വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ എത്ര ഡിഫറൻസ് അതിൻ്റെ റേറ്റിൽ വരും എന്നുള്ളതാണ്. ഇതിന് നമ്മൾ 10% ആണെങ്കിൽ 1.1 ആണ് കൊടുക്കുന്നത്. അത് 0.1 കൊടുക്കേണ്ടത്. ഇപ്പോൾ ഓവർ ടൈം അലൗഡ് ഞാൻ കൊടുത്തെങ്കിൽ ഇതേ റിസൾട്ടിൽ നമ്മൾ ഒരു ദിവസം ഇവിടെ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ പ്രൈസസ് ഹാവ് ചേഞ്ച്ഡ് ഫോർ റിസോഴ്സ് അസൈൻഡ് ടു കറണ്ട് പ്രോജക്റ്റ്. കാരണം നമ്മൾ ഓവർ ടൈം ആപ്ലിക്കബിളായിട്ട് കൊടുത്തേക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ കാണിച്ചത്. അപ്പോൾ ഞാൻ ഇതിൽ ഓവർ ടൈം കാണിച്ചു, പക്ഷേ 0 ഇവിടെ കൊടുത്തിരിക്കുന്നത്. 0 കൊടുത്തിട്ട് നമുക്ക് എന്ത് ഡിഫറൻസ് ആണ് വരുന്നത് നോക്കാം. ഇപ്പോൾ റിമൈനിങ് നമ്മൾ ഫിക്സഡ് ഡ്യൂറേഷൻ യൂണിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡ്യൂറേഷൻ കൂട്ടിയാലും റിമൈനിങ് യൂണിറ്റ്സ് മാറത്തില്ല, ബഡ്ജറ്റഡ് കോസ്റ്റ് മാറത്തില്ല. 4 ദിവസമാക്കി.
ഇവിടെ ഫെബ്രുവരി 1 വന്നതുകൊണ്ട് ബഡ്ജറ്റ് യൂണിറ്റ് മാറി, റിമൈനിങ് യൂണിറ്റ്സ് കുറഞ്ഞു. ഇനി ഡ്യൂറേഷൻ ടൈപ്പ് നമുക്ക് ഇത് തന്നെ വെച്ചുകൊണ്ട് തന്നെ റിമൈനിങ് യൂണിറ്റ്സ് 2 per day 1 day ആക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഡ്യൂറേഷൻ 1 day ആക്കി കൊടുത്തു കഴിഞ്ഞാൽ റിമൈനിങ് യൂണിറ്റ്സ് 8 ആയിട്ട് വന്നു. ഓക്കെ, ഞാനിവിടെ മാനുവലായിട്ട് ബഡ്ജറ്റഡ് യൂണിറ്റ്സ് 10 ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ബഡ്ജറ്റഡ് കോസ്റ്റ് 1000 വന്നു. ഇത് അണ്ടർസ്റ്റുഡ് ആണ്, 100 rupees പെർ ഇതായതുകൊണ്ട് ഞാൻ ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ 2 hours ഓവർ ടൈം കൊടുത്തു. അപ്പോൾ ഈ 2 hours ഓവർ ടൈമിന് നമ്മുടെ റിസോഴ്സിൻ്റെ കാൽക്കുലേഷൻസിൽ ഇവിടെ 0 ആണ് ഓവർ ടൈം ഫാക്ടർ കൊടുത്തിരിക്കുന്നത്. ഇതിനെ ഞാൻ 0.2 എന്ന് ഓവർ ടൈം ഫാക്ടറായിട്ട് കൊടുത്തു. വീണ്ടും നമ്മൾ ഓവർ ടൈം ഫാക്ടർ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് റീകാൽക്കുലേറ്റ് പറയുന്നത്. ഇവിടെ 1000 തന്നെയാണ് കിടക്കുന്നത്. റീകാൽക്കുലേറ്റ് ഇവിടെ ഫിക്സഡ് യൂണിറ്റ്സ് ആൻഡ് ഡ്യൂറേഷനാണ്. ഡ്യൂറേഷൻ ഫിക്സഡ് യൂണിറ്റ്സ് പെർ ടൈം, ഫിക്സഡ് ഡ്യൂറേഷൻ യൂണിറ്റ്സ്, ഫിക്സഡ് ഡ്യൂറേഷൻ യൂണിറ്റ്സ് പെർ ടൈം 1200. ഞാൻ 10 hours കൊടുത്തു. ഒരു ദിവസമേ ഉള്ളൂ. 12 hours കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ 4 hours ഓവർ ടൈം കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ ബഡ്ജറ്റഡ് ടോട്ടൽ കോസ്റ്റിൽ ഡിഫറൻസ് ഒന്നും കാണിക്കുന്നില്ല. ഇതിന് കാരണമാണ് നമ്മുടെ ഇവിടെ ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സ് പെർ ടൈം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ചേഞ്ച് ആവത്തില്ല. ഓക്കെ, ഇപ്പോൾ റിസോഴ്സിൽ നമ്മൾ റിസോഴ്സിൻ്റെ ഓവർ ടൈം ഫാക്ടർ 0.2 കൊടുത്തു. ഓവർ ടൈം അലൗഡ് ആണ്. ഇത് 1.2 ആക്കി കൊടുക്കുന്നു. ഇവിടെ ഈ 1200 എന്ന് പറയുന്നതിന് യാതൊരു ചേഞ്ചും നമ്മളിവിടെ മാറ്റുമ്പം കാണിക്കുന്നില്ല. ഓക്കെ, ഇനി ഞാൻ ഈ ആക്ടിവിറ്റിയെ ഇപ്പോൾ കിടക്കുന്നത് ടാസ്ക് ഡിപ്പെൻഡൻ്റ് ആക്ടിവിറ്റി ആയിട്ടാണ് കിടക്കുന്നത്. ഇതിനെ ഞാൻ റിസോഴ്സ് ഡിപ്പെൻഡൻ്റ് ആക്ടിവിറ്റി ആയിട്ട് മാറ്റുകയാണ്. അതിനുശേഷം ഞാനിത് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഡ്യൂറേഷൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഫിക്സഡ് യൂണിറ്റ്സ് പെർ ടൈമാണ് എടുക്കുന്നത്.
ഇതിന് നമ്മൾ ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സ് എന്ന് കൊടുത്തിട്ട് 1 day ആയിട്ട് കുറയ്ക്കുകയാണ്. ഇവിടെ നമുക്ക് 2400 തന്നെ ചേഞ്ച് വരുന്നില്ല, ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സ് ആയിട്ട് തന്നെ കിടക്കുകയാണ്. ഇതിനെ നമ്മൾ ഫിക്സഡ് യൂണിറ്റ്സ് പെർ ടൈം സപ്പോസ് ഞാൻ ഈ റിസോഴ്സ് ഇവിടെ വന്നിരിക്കുന്നത് 2 day ആയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് 24 യൂണിറ്റ്സ് റിമൈനിങ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിന് 12 യൂണിറ്റ്സ് ആയിട്ട് കുറയ്ക്കുന്നു. നേരത്തെ 24 ആയിരുന്നു, അതിനെ ഞാൻ 12 യൂണിറ്റ്സ് ആയിട്ട് കുറയ്ക്കുന്നു. 8 യൂണിറ്റ്സ് ആയിട്ട് കുറയ്ക്കുന്നു. ഇവിടെ ചേഞ്ച് ആവുന്നുണ്ട്, നോക്കിയോളം. ബഡ്ജറ്റഡ് കോസ്റ്റ് 1200. ഓക്കെ, അപ്പോൾ ഈ ആക്ടിവിറ്റിയുടെ ഡെഫിനിഷന് നമുക്ക് പോയി നോക്കാം. ഈ റിസോഴ്സ് ഈ ആക്ടിവിറ്റിയുടെ പ്രൈമറി റിസോഴ്സ് ആണോ അല്ലയോ എന്നുള്ളത് ഇവിടെ ചെക്ക് ചെയ്യണം. റിലേഷൻഷിപ്പ് ഓക്കെ. ഇനിയും നമ്മുടെ ഷെഡ്യൂളിനുള്ളിൽ ഓപ്ഷൻസിൽ ഇവിടെ ഒരു ഓപ്ഷനുണ്ട്, ലെവൽ റിസോഴ്സസ് ഡ്യൂറിങ് ഷെഡ്യൂളിംഗ്. ഇത് ഓണാക്കി വെക്കുന്നു. അതിനുശേഷം ക്ലോസ് ചെയ്യുന്നു. നമ്മോട് ചോദിക്കുന്നുണ്ട്, സെറ്റിങ്സും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് സാമ്പിൾ എന്ന് പറയുന്ന പ്രോജക്റ്റിൽ ചേഞ്ച് സേവ് ചെയ്യണോ? യെസ്. അതിനുശേഷം ഞാൻ ഷെഡ്യൂൾ പറയുന്നു. ഓക്കെ. ഇവിടെ ഫിക്സഡ് യൂണിറ്റ്സ് പെർ ടൈം ആണ് വെച്ചിട്ട് ഞാനിതിൻ്റെ ആദ്യം 8 യൂണിറ്റ്സ് പെർ ഡേ എന്നുള്ള കൺസെപ്റ്റിൽ വെച്ചിട്ട് ഈ ആക്ടിവിറ്റിയെ ഫിക്സഡ് യൂണിറ്റ്സ് പെർ ടൈമിലേക്ക് മാറ്റുന്നു. അതിനുശേഷം ഡ്യൂറേഷൻ നമുക്ക് കൂട്ടി നോക്കാം. 1600. ഡ്യൂറേഷൻ 1 തന്നെ വയ്ക്കുന്നു. അതിനുശേഷം ബഡ്ജറ്റഡ് യൂണിറ്റ്സ് 16 ആക്കി കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. ഞാൻ 12 കൊടുക്കുന്നു. ഡ്യൂറേഷൻ 2 ദിവസം കിടക്കുന്നു. 8 കൊടുക്കുന്നു. ഡ്യൂറേഷൻ സിംഗിൾ ഡേ ആവുന്നു. 9 കൊടുക്കുന്നു. ഡ്യൂറേഷൻ സിംഗിൾ ഡേ ആണ്. 10 കൊടുക്കുന്നു. ഡ്യൂറേഷൻ സിംഗിൾ ഡേ ആണ്. 11 കൊടുക്കുന്നു. സിംഗിൾ ഡേ ആണ്. 12 കൊടുക്കുന്നു. 2 days ആയി. ഇപ്പോൾ നമ്മൾ ആ റിസോഴ്സിൻ്റെ മാക്സിമം യൂണിറ്റ്സ് പെർ ടൈം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ റിസോഴ്സിൻ്റെ ഡീറ്റെയിൽ എടുക്കുമ്പം
യൂണിറ്റ്സ് ആൻഡ് പ്രൈസ് മാക്സിമം യൂണിറ്റ്സ് പെർ ടൈം 8. ഓക്കെ, ഒരു 11 യൂണിറ്റ്സ് എന്ന് പറയുമ്പോഴും ഡ്യൂറേഷൻ 1 ആണ്. അതായത് 0.5 യൂണിറ്റ് വരുമ്പോൾ മാത്രമേ ഡ്യൂറേഷൻ ചേഞ്ച് ആകുള്ളൂ. ഇപ്പോൾ ഡ്യൂറേഷന് ഓൾറെഡി നമ്മുടെ ഓവർ ടൈം അലൗഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ റിസോഴ്സിന്. ഓവർ ടൈം ഫാക്ടർ ഞാൻ 1.2 ആണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ കാൽക്കുലേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഡിഫോൾട്ട് യൂണിറ്റ്സ് പെർ ഡേ പറഞ്ഞിട്ടുണ്ട്. 20 എന്ന് കൊടുക്കുന്നു. സോറി, 2 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ആക്ടിവിറ്റിയിലേക്ക് വരുന്നു. ബഡ്ജറ്റ് യൂണിറ്റ് 12, ബഡ്ജറ്റ് യൂണിറ്റ് 800. നമ്മുടെ ഷെഡ്യൂളിൻ്റെ ഓപ്ഷനിൽ വീണ്ടും പോയി ചെക്ക് ചെയ്യുക. ലെവൽ റിസോഴ്സസ് ലോറിംഗ് ഷെഡ്യൂളിംഗ്, ഇത് നമ്മൾ ഓഫ് ചെയ്യുന്നു. ഇവിടെ താഴെ റീകാൽക്കുലേറ്റ് അസൈൻമെൻറ്റ് കോസ്റ്റ് ആഫ്റ്റർ ഷെഡ്യൂളിംഗ്, ഇത് ഓൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, യെസ് പറയുന്നു, ഷെഡ്യൂൾ ചെയ്യുന്നു. ഇനി ഞാൻ ബഡ്ജറ്റഡ് യൂണിറ്റ്സ് 9 ആക്കി. 900. ഇവിടെ ബഡ്ജറ്റഡ് യൂണിറ്റ്സ് പെർ ടൈം 8 പെർ ഡേ ആണ്. ഡെഫിനറ്റ്ലി നമ്മൾ ഓവർ ടൈം 1 hour പോയിട്ടുണ്ട്. 10 ആക്കി. ബഡ്ജറ്റഡ് കോസ്റ്റ് 1000. ഈ ബഡ്ജറ്റഡ് കോസ്റ്റിൽ ഈ ഓവർ ടൈം ഒരിക്കലും കാണിക്കുന്നില്ല. നമ്മൾ റിസോഴ്സിന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഓവർ ടൈം ബഡ്ജറ്റഡ് കോസ്റ്റിൽ കാണിക്കുന്നില്ല. 2 നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇത് കാണിക്കുന്നില്ല. ഡബിൾ ആകണമെന്നുള്ളതാണ്. ഇനി ഞാൻ ഈ ഒരു പ്രോജക്റ്റ് റൺ ചെയ്യിക്കുകയാണ്. അതായത് ഈ പ്രോജക്റ്റിന് ഞാൻ 29th, ഇവിടെ നിങ്ങൾ ഫിനിഷ് ഡേറ്റ് മാറുന്നുണ്ട്, ശ്രദ്ധിച്ചോളാം. ബഡ്ജറ്റ് യൂണിറ്റ് 8 കൊടുക്കുമ്പോൾ ഫിനിഷ് ഡേറ്റ് 29th തന്നെയാണ്. 9 കൊടുക്കുമ്പോൾ ഫിനിഷ് ഡേറ്റ് 30 ആയിട്ട് മാറുന്നുണ്ട്. നമ്മുടെ കലണ്ടറിലെ ഇതിനെ കൊടുത്തിരിക്കുന്ന കലണ്ടർ ഏതാണെന്ന് നോക്കണം. സ്റ്റാൻഡേർഡ് ഫുൾ ടൈമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ റിസോഴ്സിൻ്റെ കലണ്ടർ ഏതാണെന്ന് നോക്കണം. ഫാസ്റ്റാഗ് അക്കാഡമിക് കലണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഫുൾ ടൈം കലണ്ടറിൽ എങ്ങനെയാണ് ടൈമിംഗ് എന്ന് നോക്കാം. $8 hours per day, വർക്ക് വീക്കിൽ 8 hours, സാറ്റർഡേ സൺഡേ 0. ഓക്കെ. ഫാസ്റ്റാഗ് അക്കാഡമിക് കലണ്ടറിൽ 8 hours സെയിം ആണ്. ഓക്കെ.
ഇത് നമ്മൾ ബഡ്ജറ്റഡ് യൂണിറ്റ്സ് 8 ആക്കി കൊടുക്കുന്നു. 800. ഇവിടെ പ്രോജക്റ്റിൽ ഞാൻ പ്രോഗ്രസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ബഡ്ജറ്റഡ് യൂണിറ്റ് 10, ഷെഡ്യൂൾ ഡേറ്റ് ഞാൻ 29th കൊടുക്കുന്നു. ഇവിടെ സ്റ്റാറ്റസിൽ ഞാൻ 29th സ്റ്റാർട്ട് ചെയ്തു, 100% കംപ്ലീറ്റ് ചെയ്തു, ഫിനിഷ് ചെയ്ത് ഡേറ്റ് 29th ആക്കി കൊടുക്കുന്നു. ഓക്കെ, ബഡ്ജറ്റഡ് യൂണിറ്റ് 10, ആക്ച്വൽ യൂണിറ്റ് 0 ആണ് കാണിക്കുന്നത്. ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ആക്ച്വൽ യൂണിറ്റ് 10 ആക്കി കൊടുക്കും. ഓക്കെ, ഇവിടെ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, കാരണം നമ്മൾ ഫിനിഷ് ഡേറ്റ് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൽ നമ്മൾ ഡേറ്റ് കൂട്ടി കൊടുത്താലും കുറച്ച് കൊടുത്താലും ഒന്നും ഇവിടെ നമ്മുടെ ഷെഡ്യൂളിനെ അത് അഫക്റ്റ് ചെയ്തില്ല. ഓക്കെ, ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.